ഇന്നലെ രാത്രി ഞങ്ങൾ വർക്ക്ഷോപ്പ് പൂട്ടാൻ വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഒരു കസ്റ്റമർ കയറി വന്നോട്ടാ. ഒരു 8:30 ആയിട്ടുണ്ടാവും. വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് സൗണ്ട് ഒന്ന് നോക്കി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കി തരാൻ പറ്റില്ല, ഞങ്ങൾ ക്ലോസിംഗ് ടൈം ആണെന്ന് പറഞ്ഞോട്ടാ. പുള്ളി എങ്ങനെയെങ്കിലും നോക്കി തരാം, ഒന്ന് കോട്ടയം എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട് നോക്കിയിട്ട് മനസ്സിനോട് ഫ്രണ്ട് നോക്കിയിട്ട് ഞങ്ങൾ അയച്ചു നോക്കിയപ്പോൾ ബ്രേക്ക് പാഡ് പോയതാണ്. ഞാൻ പറഞ്ഞു ചേട്ടാ ബ്രേക്ക് പാഡ് പോയതാണ്ടാ. അപ്പോൾ ആൾ പറഞ്ഞു എന്താ പറയുക ബ്രേക്ക് പാഡ് ഒന്ന് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ നോക്കട്ടെ, ആദ്യം കടയിൽ വിളിച്ച് നോക്കട്ടെ കിട്ടുമെന്ന് പറഞ്ഞു. കടയിൽ വിളിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ കടയിൽ ചേട്ടാ പൂട്ടി പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞു ചേട്ടാ അങ്ങനെ ബ്രേക്ക് പാഡ് വേണമെന്ന് പുള്ളി എടുത്തരാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പുള്ളി ബ്രേക്ക് പാഡ് എടുത്തരാന്നുണ്ട്. അപ്പോൾ ഇച്ചിരി സമയം എടുക്കും, ഇവിടെ അവിടെ പോയി മേടിച്ച് കൊണ്ട് പിടിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താ സമയം എടുക്കും, നിങ്ങളൊരു പണി നിങ്ങൾ പിടിപ്പിച്ചിട്ട് ഞാൻ അപ്പോഴത്തേക്കും ഇവിടെ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ശരിയെന്ന് കൊണ്ട് ഞങ്ങൾ ചായ പിടിക്കാൻ ചായക്കടയും പറഞ്ഞു വിട്ടു. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക് പാഡൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ പിടിപ്പിച്ച് തീരാകുമ്പോൾ പുള്ളി തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് പുള്ളിയുടെ കയ്യിൽ വലിയൊരു കവറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു മൊത്തം, ഞാനും വൈഫ് എല്ലാവർക്കും 5-6 പേരുണ്ടായിരുന്നു. അപ്പോൾ നേരെ പുള്ളി കവറായിട്ട് വന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ കവറിൽ എൻ്റെ കവർ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടാവില്ലോ. ഞാൻ പോയി ചായ കുടിച്ചു. അപ്പോൾ നിങ്ങൾ ചായ കുടിച്ചോ, നിങ്ങൾ ചായ കുടിക്കാണ്ട് വിശന്ന് വൈകുന്നേരം ടയർഡ് നിൽക്കണതല്ലേ, അപ്പോൾ നിങ്ങൾ ഒന്ന് ഉഷാറായിക്കോ ഒന്നുകൊണ്ട് പുള്ളി ഒരു തൊട്ടടുത്തുള്ള KFCന്ന് കുറേ ചിക്കനൊക്കെ മേടിച്ചിട്ട് വന്നേക്കണ്ട ഞാൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡ് വേണ്ട, ഫുള്ളായി. ആൾക്ക് ബ്രേക്ക് പാഡ് മാറുന്നതിനേക്കാളും കൂടുതൽ ചിലവായിട്ടുണ്ടാവും ഈ KFCക്കുള്ള കാശുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. കാര്യം ഞങ്ങളുടെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പുള്ളി മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് ഞങ്ങൾക്കുള്ള ചായയല്ല KFC മേടിച്ചുകൊണ്ട് പുള്ളി വന്നു എന്നുള്ളതാണ്. അത് കൂടാണ്ട് പുള്ളി ബ്രേക്ക് പാഡ് മാറിയ കാശും അതും കൂടാണ്ട് ബ്രേക്ക് പാഡ് മാറിയ പതിൻ്റെ 200 രൂപ ടിപ്പും കൊടുത്തിട്ട് പുള്ളിയോട് നിന്ന് പോയിട്ടാണ്. അപ്പോൾ ആൾക്ക് ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് മാറുന്നതിന് 3 ഇരട്ടി ചിലവായിട്ടുണ്ട്. പക്ഷേ ആൾക്ക് അതൊരു വിഷയമായിരുന്നില്ല. കാര്യം ആളും നമ്മളെപ്പോലെ തന്നെ പണിയെടുത്ത് വന്നേക്കുന്നൊരു മനുഷ്യരായിരിക്കുമെന്ന് പുള്ളിയുടെ ഒരു രീതി കണ്ടപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായിട്ടാണ്. അപ്പോൾ ആൾ വളരെ നല്ലൊരു മനുഷ്യരായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതുപോലത്തെ രാത്രി ഓവർ ടൈമിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു എന്താണ് ഒരു ടെൻഡൻസി, ഒരു ഇഷ്ടം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇല്ല ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് മോൻ കറുപ്പിച്ച് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് പാഡ് മാറി ഇത്രയും കാശാന്ന് വെച്ചിട്ട് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും രാത്രി ബ്രേക്ക് ഡൗൺ വന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഇല്ല പറ്റില്ല അതൊന്നും ഒഴിവാക്കിവിടും. സംഭവം ഒഴിവാക്കിടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം ടയർഡ് ഇടുന്നു. കാര്യം നമ്മൾ കാലത്ത് 9 തൊട്ട് രാത്രി ഈ 7 മണി വരെയൊക്കെ ഒന്ന് പണിയുന്നതാണല്ലോ, നിൽക്കാനും വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളെല്ലാവരും. അപ്പോൾ ആ സമയത്ത് ടയർഡ് ഉണ്ട്. അതിനുശേഷം നമ്മളൊരു ബ്രേക്ക് ഡൗണിൻ്റെ കാര്യം വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് എന്നല്ല ഏത് പണി ചെയ്യുന്ന ആൾക്കാർക്കും ഓവർ ടൈം നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കും. കാര്യം അത്രയും നേരം ടയർഡായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമ്പോൾ നമ്മുടെ പിള്ളേർക്ക് ഇതേപോലെ വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസി പിന്നെ കൂടും. അപ്പോൾ ആ ചേട്ടൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നത് പ്രത്യേകം പറഞ്ഞ പേരൊന്നും പറയാത്ത ആൾ കോട്ടയംകാരനാണ്. അപ്പോൾ എന്തായാലും കോട്ടയത്തുള്ള ചേട്ടന് വലിയൊരു താങ്ക്സ്. ഇതുപോലത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തോളൂ കേട്ടോ.